അല്ലേ? ഓക്കെ, അപ്പോഴ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടെക്സ്റ്റിലെ വിവരങ്ങളാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി കഴിഞ്ഞു. നമുക്കിനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകാം. ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ? എന്താണ്? സാമൂഹിക വർഗീകരണമാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോരോ വിഭാഗങ്ങളെയും പലതരത്തില് നമ്മൾ തന്നെ നമ്മുടെ ജോലി സ്റ്റാറ്റസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില ഘടകങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ പല രീതിയിൽ വർഗീകരിക്കാറുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനങ്ങൾ, സാമൂഹിക വർഗീകരണത്തിന്റെ അടിസ്ഥാനങ്ങളാണ് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അത് എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ് പഠിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ അതിൽ നിന്ന് തന്നെ ഏറ്റവും ആദ്യം ചോദിച്ചു കണ്ടുള്ള ചിലപ്പോൾ 2 മാർക്കിനും അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് വാട്ട് ഈസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളത്. Stratification means social ranking which shows the relations of superiority and inferiority in a society. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. സമൂഹത്തിലെ പല രീതിയിലുള്ള സുപ്പീരിയോറിറ്റി, എന്താണ് ഉയർച്ച താഴ്ചകൾ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഹൈറാർക്കിനെയാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പല രീതിയിലുള്ള ആളുകളെ നമ്മൾ പല രീതിയിൽ വർഗീകരിക്കുന്നതിനെയാണ് അവരുടെ പണവും അല്ലെങ്കിൽ സമ്പത്ത്, അതുപോലെ അധികാരവും, അതുപോലെ അവരുടെ കുടുംബ മഹിമ, ഇതൊക്കെയുള്ള അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളെ പല രീതിയിൽ തരംതിരിക്കുന്നതിനാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുക. A set of norms governs these relations between the units of rank. It shows the empirical distribution of advantages and benefits in society. നമുക്ക് പല രീതിയിലുള്ള സാമൂഹികമായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലെ? എല്ലാവർക്കും ഉണ്ട്. ചിലപ്പോൾ സമ്പത്ത് എല്ലാം തുല്യമായിട്ടല്ല പ്രൊവൈഡ് ചെയ്യുക. നമുക്ക് ഇപ്പൊ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ താഴ്ന്ന സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കാര്യവും ഒരേപോലെയല്ല സമൂഹത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. ആ രീതിയിലാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന ആശയത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, എല്ലാ ആളുകളും ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സമ്പത്ത്, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കുടുംബ പാരമ്പര്യം, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസം, ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അവിടെ യാതൊരു പ്രസക്തിയുമില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മുടെ സമ്പത്തും അതുപോലെ തന്നെ നമ്മുടെ അധികാരവും ഒക്കെ കൈമാറിയിരിക്കുന്നത്? പല രീതിയിലാണ്, പല ആളുകൾക്കും പല രീതിയിലാണ് സമ്പത്തും അതുപോലെ തന്നെ അധികാരവും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. ഇനി ഡയമെൻഷൻസ് ഓഫ് ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പൊ അതിന്റെ പലതരത്തിലുള്ള അടിസ്ഥാനങ്ങൾ ഏതാണ്, അതുപോലെ തന്നെ അതിന്റെ വിവിധ തലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ജസ്റ്റ് ഇവിടെ പറയുന്നത്. The basis or dimensions of social stratification are different levels of differentiation that divide or group people in a given society. There are certain natural inequalities that become the form of social inequalities when the members of a society assign a meaning to them. For example, age, sex, and color are natural bases of inequalities, but they have become the basis of social stratification because the members of the society has attached certain meanings to them. അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള പലതരത്തിലുള്ള സാമൂഹിക വർഗീകരണത്തിന്റെ പ്രധാന അടിസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏജും സെക്സ്. ഏജ് എന്ന് പറയുന്നത് നമ്മുടെ പ്രായം, സെക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലിംഗം അല്ലെ? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അങ്ങനെയുള്ള രീതിയിലുള്ള ലിംഗങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കളർ, ഇതെല്ലാം നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ഉൾപ്പെടുത്തുന്ന ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് അല്ലെ, വെളുത്ത ആളുകളാണ് അവര്, അല്ലെങ്കിൽ കറുത്ത വംശജരാണ് ആഫ്രിക്കക്കാര്, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ തന്നെ ആ സമൂഹത്തെ വർഗീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാറുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്കൂളുകളിലാണെങ്കിൽ പോലും ആൺകുട്ടികളൊക്കെ ഈ ഒരു ഭാഗത്തിരിക്കുക, പെൺകുട്ടികളൊക്കെ മറ്റൊരു ഭാഗത്തിരിക്കുക, അങ്ങനെ രീതിയിൽ നമ്മൾ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അവിടെ നടത്താറുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്ന് പറയുന്നത് സെക്സും അതുപോലെ തന്നെ കളറും ഒക്കെ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുള്ള ഒരു ബേസ് അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ട് നമ്മൾ അതിൽ കണക്കാക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഘടകമാണ് നമ്മുടെ പ്രായം. ഇപ്പൊ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം, അതുപോലെ തന്നെ ലൈസൻസ്, കാർ ഡ്രൈവ് ചെയ്യാനൊക്കെ അങ്ങനെയുള്ള ലൈസൻസുകളൊക്കെ ആ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് കൊടുക്കുക.
അപ്പോൾ ആ പ്രായം എന്നൊരു ഒരു സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണവും നമ്മൾ നമ്മുടെ സാമൂഹികമായിട്ട് അവരെ തരംതിരിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ 3 ഘടകങ്ങളും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ബേസിസ് ആയിട്ട് നമ്മൾ കാണാറുണ്ടെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. On the basis of studies, sociologists have identified 3 bases of stratification. There are class, power and status. നമ്മൾ ബേസ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ കളറും അല്ലെങ്കിൽ സെക്സ് ഒക്കെ എന്ന് പറയുന്നത് സെക്കൻഡറി ആയിട്ടുള്ള ഘടകമാണ്. അത് നമ്മൾ കളറിന്റെ ബേസിലും അല്ലെങ്കിൽ സെക്സിന്റെ ബേസിലും ഒക്കെ ആളുകളെ തരംതിരിക്കുന്നത് രണ്ടാമതായിട്ട് നമ്മൾ തരംതിരിക്കുന്ന ഒരു ഘടകമാണ്. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ ഒരു തരംതിരിവ് നടത്തുന്നത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളിലാണ്. അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. പ്രധാനമായിട്ട് ഒന്നാമത്തേത് ക്ലാസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആളുകളെ തരംതിരിക്കാറുണ്ട് അല്ലെ. നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടത്താറുണ്ട്. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ വർഗ്ഗങ്ങൾ. അതുപോലെ തന്നെ വേറൊരു ഘടകമാണ് പവർ എന്ന് പറയുന്ന അധികാരം. അപ്പൊ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആളുകളെ തരംതിരിക്കാറുണ്ട്. ചിലപ്പോൾ ഉന്നത പദവിയിലുള്ള മന്ത്രിമാർ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് പദവിയും അതുപോലെ തന്നെ അധികാരമുള്ള ആളുകളെയൊക്കെ നമ്മൾ ചിലപ്പോൾ ആ ഒരു രീതിയിൽ അവരെ തരംതിരിച്ച് അവർക്ക് കുറച്ചുകൂടെ ബഹുമാനമൊക്കെ കൂടുതൽ കൊടുക്കാറുണ്ട്. മറ്റൊന്നാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ആളുകൾക്ക് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവരുടെ സമ്പത്തിന്റെ ഭാഗമായിട്ടും സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നതും ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ബേസിസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ്. ഒന്ന് ക്ലാസ്, മറ്റേത് പവർ, മൂന്നാമത്തേത് സ്റ്റാറ്റസ്. കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ ക്ലാസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അതിനെ വിശദീകരിക്കുകയാണെങ്കിൽ ക്ലാസസ് ആർ ഗ്രൂപ്പിംഗ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ ഹൈറാർക്കി യൂഷ്വലി ബേസ്ഡ് ഓൺ വെൽത്ത്. വെൽത്ത് ഈസ് എ കീ എലമെന്റ് ഇൻ ദിസ് ചേഞ്ച് from hunting and food generated economy to settled agriculture, change from agriculture based economy to one based predominantly upon manufacturing and industry, lead to certain of more wealth, technologies advanced and the change in the mode of production lead to more productivity and more profit and wealth. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ഒരു വർഗീകരണമാണ്, അല്ലെങ്കിൽ വർഗമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് രൂപീകരമായിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മുടെ പണ്ട് കാലത്തെ ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന്. അവര് കൃഷി ചെയ്യുകയും അതുപോലെ തന്നെ അവർ ആദ്യം വേട്ടക്കാരായിരുന്നു. അപ്പൊ ആ വേട്ടയിൽ നിന്ന് വേട്ടക്കാരായി നിന്ന് ആദിമ മനുഷ്യര് അവരുടെ ഫുഡൊക്കെ ഇങ്ങനെ വേട്ടയാടിയാണ് കൊണ്ടുവന്നിരുന്നത്. പക്ഷെ അങ്ങനെ വേട്ടയാടി കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ഒരു ഫുഡ് ലഭിക്കാതെയൊക്കെ അവസ്ഥ വന്നപ്പോഴാണ് അവർ കൃഷിയിലേക്ക് കടന്നത്. കൃഷിയിൽ നിന്ന് അവരെ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നീട് നമ്മൾ ഇൻഡസ്ട്രീസ്, അതായത് വ്യവസായങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ ഈ വ്യവസായങ്ങളൊക്കെ ആരംഭിച്ചപ്പോൾ, പ്രത്യേകിച്ച് വ്യവസായവൽക്കരണം നമുക്ക് വന്നപ്പോൾ നമ്മുടെ കുറെ ആളുകൾ നമ്മുടെ ജാതി വ്യവസ്ഥയിൽ നിന്നൊക്കെ വിട്ടിട്ട് അവര് ഒരു പട്ടണങ്ങളിൽ, പ്രത്യേകിച്ച് ഈ വ്യവസായ മേഖലകളായ പട്ടണങ്ങളിൽ പോയി താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ പണത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ട ഒരു വർഗീകരണം നിലവിൽ വരാനായിട്ട് തുടങ്ങി. ആ ഒരു വർഗീകരണമാണ് നമ്മൾ ക്ലാസ് എന്നുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത്. കാരണം പണ്ട് കാലഘട്ടത്തിൽ നമുക്ക് ജാതി വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു നമ്മുടെ ബ്രാഹ്മണന്മാര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, ആ രീതിയിൽ ഗ്രാമങ്ങളിലൊക്കെ ജാതി വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. പക്ഷേ പട്ടണങ്ങൾ കൂടുതൽ ഉയരാൻ തുടങ്ങുകയും നമ്മുടെ ഈ വ്യവസായവൽക്കരണം വ്യാപിക്കുകയും ചെയ്തപ്പോൾ പണത്തിന്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ അവരുടെ തൊഴിൽ വൈദഗ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആളുകൾക്ക് ക്ലാസിന്റെ പദവി കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ജാതിയുടെ നീചത്വം അല്ലെങ്കിൽ ഈ തൊട്ടുകൂടായ്മ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കുറച്ച് നീചമായ ചില വിശ്വാസങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളും ഒക്കെ ആ ഒരു ക്ലാസ് കൾച്ചറിലേക്ക് വന്നപ്പോൾ കൂടുതൽ ഇല്ലാതാവുകയും ആളുകൾ പണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ജീവിത രീതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആളുകളെ കാണാൻ തുടങ്ങുകയും അവരൊരു ക്ലാസ് ആയിട്ട്, സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്ലാസ്സുകളായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്തു. ഇതാണ് നമ്മുടെ ക്ലാസ് ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഇന്നും നിലനിൽക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ജാതിയുടെ പേരിലുള്ള തരംതിരിവുകൾ അല്ലെങ്കിൽ വർഗീകരണം ഒന്നും നടത്താറില്ല. അതിന് പകരമാണ് നമ്മൾ ക്ലാസിന്റെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണം നടത്തുക. അപ്പൊ ആ കാര്യം മനസ്സിലായല്ലോ അല്ലെ. ഇനി അടുത്തതെന്ന് പറയുന്നത് പവർ ആണ്. പവർ എങ്ങനെയാണ് ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഭാഗമായെന്ന് നോക്കാം. പവർ ഈസ് someone's ability to get others to do his or her well, regardless of whether or not they want to. There are different types of power. It can be political, social and other types of power. A group with a higher status in society or that which enjoys greater wealth also exercise more power. അപ്പോൾ ഈ ഒരു പവർ എന്ന് പറയുന്ന അധികാരമാണ്. ഒരാളെ കൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ഒരാളുടെ
തീരുമാനങ്ങളിൽ നമുക്ക് ഇടപെടാൻ സാധിക്കുന്നതിനെയാണ് നമ്മളൊരു അധികാരമായിട്ട് കണക്കാക്കുക. അപ്പൊ ഈ അധികാരം എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് അത് ചിലപ്പോൾ പൊളിറ്റിക്കൽ പവർ ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ പവർ ആയിരിക്കാം. ആ രണ്ട് രീതിയിലും പവർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൊളിറ്റിക്കൽ പവർ എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ടായിട്ട് നമ്മുടെ മന്ത്രിമാരുടെ ഇടയിലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലാണ് ഈ ഒരു പൊളിറ്റിക്കൽ പവർ നിലനിൽക്കുക. അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ പ്രധാനമന്ത്രി, പ്രസിഡന്റ് വരെയുള്ള ആളുകളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു പവർ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പവർ ആണ്. പക്ഷെ സോഷ്യൽ പവർ എന്ന് പറയുന്നത് സാമൂഹികമായിട്ട് ആളുകൾ അംഗീകരിച്ച വ്യക്തികൾ ഉണ്ടാവും നമ്മുടെ സമൂഹത്തിൽ, അല്ലെ? ഇപ്പൊ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഇന്ന ആള് പറഞ്ഞാൽ അവര് കേൾക്കും. രാമചേട്ടനെ വിളിച്ചാൽ മതി, രാമചേട്ടൻ പറഞ്ഞാൽ നാട്ടുകാർ കേൾക്കും. ആ രീതിയിൽ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആളുകളുടെ പേര് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് സോഷ്യൽ ആയിട്ടുള്ള ഒരു കഴിവുണ്ട് എന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ പദവി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അല്ല, മറിച്ച് അതെന്താണ്, സോഷ്യൽ ആയിട്ടുള്ള ഒരു അവരുടെ പദവിയാണത്, അല്ലെങ്കിൽ അവരുടെ അധികാരമാണത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് സാമൂഹിക വർഗീകരണം നടത്താറുണ്ട്. ചിലപ്പോൾ വലിയ കുടുംബത്തിലെ ആളുകളെയൊക്കെ നമ്മൾ ആ രീതിയിൽ തരംതിരിക്കാറുണ്ട്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടത്താറുണ്ട്. അപ്പൊ ഇന്ന ഒരുപാട് രാജകുടുംബത്തിലെ ആളാണത്, കുടുംബമാണത് എന്ന രീതിയിൽ സമൂഹത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾ ചിലപ്പോഴും ഉന്നത സ്ഥാനത്ത് അല്ലെങ്കിൽ കൂടുതൽ ബഹുമാനം കൊടുക്കാറുണ്ട്. അപ്പൊ ഈ പവറിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് സ്റ്റാറ്റസ് ആണ്. സ്റ്റാറ്റസ് is the level of social value a person is considered to hold. More specifically, it refers to a relative level or to respect, honor, assumed competitions and difference according to people, groups and organizations in a society. Status is based in widely shared beliefs about who members of a society thinks holds comparatively more or less social value. In other words, who they believe in better in terms of competence or moral traits. Status is determined by a position of variety characteristics culturally believed to indicate a superiority or inferiority. In some society, honor is a qualitative attribute which members in a status group enjoying by birth. അപ്പോൾ ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ബൈ ബർത്തിൽ അല്ലെങ്കിൽ നമുക്ക് ജന്മന ലഭിക്കുന്ന ചില സ്റ്റാറ്റസ് ഉണ്ട്. പ്രത്യേകിച്ച് കുടുംബ മഹിമ അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യം, ഇതൊക്കെ നമുക്ക് ജന്മന ലഭിക്കുന്ന സ്റ്റാറ്റസ് ആണ്. പക്ഷെ അയാളുടെ അധ്വാനം കൊണ്ട് നേടിയെടുക്കുന്ന ഒരു പദവി, സ്റ്റാറ്റസ് ഉണ്ട്. അതെന്ന് പറയുന്നത് അയാളുടെ ചിലപ്പോൾ പഠനത്തിന്റെ ഭാഗമായിട്ട് അയാൾക്ക് ഉണ്ടാവുന്ന ഒരു സ്റ്റാറ്റസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പദവി ആയിരിക്കാം. പ്രത്യേകിച്ച് ഡോക്ടറേറ്റ് ഒക്കെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു സമൂഹത്തിൽ പ്രത്യേക ഒരു പദവി ആയിരിക്കും, അല്ലെ? പ്രത്യേക ഒരു ഗമയായിരിക്കും അവർക്ക്. സമൂഹത്തിലാണെങ്കിൽ ഒരുപാട് പഠിച്ച വ്യക്തിയാണ്, ആ ഒരു വ്യക്തിയുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കുവാൻ ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റസ് പഠനം നടത്തിയ ആളില് അത് അയാൾ അധ്വാനിച്ച അയാളുടെ പരിശ്രമം കൊണ്ട് ലഭിച്ചതാണ്. പക്ഷെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ചില ആളുകൾ സ്വന്തം അധ്വാനം കൊണ്ട് ഉയർന്ന നിലയിൽ ചിലപ്പോൾ നല്ലൊരു പൊസിഷനിൽ, ചിലപ്പോൾ അതൊരു ഉദ്യോഗമാകാം, IAS IPS പോലെയുള്ള വലിയ ഉദ്യോഗങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് ഉണ്ടാകുന്ന സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അയാൾ സ്വന്തം ആയിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സ്റ്റാറ്റസ് ആണ്. അപ്പൊ ആ രീതിയിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാകാം എന്ന് ഓർത്ത് വെക്കുക. ഒന്ന് കുടുംബപരമായിട്ട് അല്ലെങ്കിൽ ബൈ ബർത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സ്റ്റാറ്റസ് ആണ്. അപ്പൊ ഈ മൂന്ന് ഘടകങ്ങളാണ് നമ്മുടെ ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ഉൾപ്പെടുക. സാമൂഹിക വർഗീകരണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നത് ഒന്ന് ക്ലാസ്, രണ്ടാമത്തേത് പവർ, മൂന്നാമത്തേത് സ്റ്റാറ്റസ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊന്നാണ് അതർ ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ്, ക്ലാസ്, അതുപോലെ തന്നെ നമ്മുടെ പവർ, അതുപോലെ സ്റ്റാറ്റസ്. ഈ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ സ്വാധീനിക്കുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതിലൊന്നെന്ന് പറയുന്ന ഏജ് ആണ്, അല്ലെ? പ്രായം. നമ്മൾ ചില ആളുകളെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ തരംതിരിക്കാറുണ്ട്. ഇപ്പൊ പ്രായം കൂടിയ ആളുകൾക്ക് നമ്മൾ മുതിർന്ന പൗരന്മാർക്കൊക്കെ കൂടുതൽ ബാങ്കില് പലിശയും അതുപോലെ തന്നെ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ആവശ്യമായ നിയമപരിരക്ഷയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പല രീതിയിൽ ആളുകളെ കാണാറും അവർക്ക് സഹായങ്ങൾ കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഏജ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. Some societies are found to be stratified on the basis of age.
ചില സമൂഹങ്ങളിൽ ആളുകള് പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ ആളുകളെ തരംതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ പ്രിൻസിപ്പിൾ ഓഫ് ഏജ് ഈസ് മോസ്റ്റ് പ്രൊമിനന്റ് അമോങ് ദ മാസി ആൻഡ് നന്ദി ഇൻ ഈസ്റ്റ് ആഫ്രിക്ക. പ്രധാനമായിട്ട് ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള ചില സ്ഥലങ്ങളിലെ ചില ഗോത്രവർഗ്ഗക്കാരൊക്കെ അവരുടെ മാസി അതുപോലെ തന്നെ നാന്തി എന്നൊക്കെ പറയുന്ന ചില ഗോത്രവർഗ്ഗക്കാരൊക്കെ അവരുടെ ആളുകളെ ഈ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാറുണ്ട്. The ranks based on the age and are called age sets. People is a range of years belong to one set. The first age set may include 6 or 7 years to or 15. അപ്പോൾ ചില ആളുകളൊക്കെ ഇപ്പൊ ഈ സൗത്ത് സെറ്റ് ആഫ്രിക്കയിൽ പറയുന്ന ആളുകളെ പോലെ ആ ആളുകള് ഒരു ചിലപ്പോൾ 5 വയസ്സ് മുതൽ 15 വയസ്സുള്ള കുട്ടികളെ ഒരു ഘട്ടമായിട്ടും, അതുപോലെ തന്നെ 15 വയസ്സിന് മുകളിൽ ഒരു 50 വയസ്സ് വരെ ഒരു മറ്റൊരു ഘട്ടമായിട്ടും, അതുപോലെ തന്നെ 50 വയസ്സിന് മുകളിലുള്ള ആളുകളെ വേറൊരു സാമൂഹിക ഘടകമായിട്ടുമൊക്കെ കണ്ട് അങ്ങനെ തരംതിരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഓരോരോ ഘട്ടത്തിലേക്കും കടക്കും തോറും ആളുകൾക്ക് കൂടുതൽ പദവികൾ കിട്ടുകയും അവർക്കത് മുദ്രണം ചെയ്ത് അവരെ കൂടുതൽ ആ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സമൂഹത്തെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ 18 വയസ്സിന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ആവശ്യങ്ങൾ അവകാശങ്ങളായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അല്ലെ. പ്രത്യേകിച്ച് നമുക്ക് വോട്ടർ ചെയ്യാനുള്ള ഒരു അധികാരം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും. അതുപോലെ തന്നെ വാഹനം ഓടിക്കാനുള്ള ഒരു അധികാരം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ജോലി ചെയ്യാനും ഒക്കെയുള്ള ഒരു അധികാരം നമുക്ക് കിട്ടും. അതുപോലെ വിവാഹം കഴിക്കാനൊക്കെ ഉള്ള പ്രായമായിട്ട് 18 വയസ്സിനൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഒരു സമൂഹത്തെ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പ്രധാന സ്റ്റേജാണ് 18 വയസ്സെന്ന് പറയുന്നത്. അതുപോലെ തന്നെ 60 വയസ്സിന് ശേഷമുള്ള പൗരന്മാർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫ്രീ മെഡിസിൻ, അല്ലെങ്കിൽ അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് ബാങ്കിലെ ഒരുപാട് ആനുകൂല്യങ്ങള്, മുതിർന്ന പലിശ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏജ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തത് എന്ന് പറയുന്നത് റേസ് ആണ്. റേസ് എന്ന് പറയുന്നത് എന്താണ്? വംശം. ഇപ്പൊ ഇന്ന വംശത്തിൽപ്പെട്ട ആളാണ് ഞാൻ, മറ്റൊരു വംശത്തിൽപ്പെട്ട ആളാണ് നീ, അങ്ങനെ രീതിയിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. റേസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. റേസ് ഈസ് എ ബയോളജിക്കൽ കോൺസെപ്റ്റ്. റേസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരിക്കലും നമ്മുടെ പരിശ്രമം കൊണ്ടോ അല്ലെങ്കിൽ കഠിനാധ്വാനം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഘടകമല്ല റേസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ബൈ ബർത്ത് ലഭിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവശാസ്ത്രപരമായ ഒരു സവിശേഷതയാണ് റേസ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ കേരളീയരായിട്ടുള്ള ആളുകളൊക്കെ ഒരുപോലെ ഏകദേശം ഇരിക്കുക. അവരുടെ മുടിയുടെ നിറം കറുപ്പായിരിക്കും, അതുപോലെ തന്നെ കണ്ണിന്റെ നിറം കൂടുതലും അവർക്ക് കറുപ്പായിരിക്കും വരിക. അങ്ങനെ പല ഒരു വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ കേരളീയരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വംശത്തിൻ്റെതായ ഒരുപാട് പ്രത്യേകതകൾ അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കൻ വംശജരെ കാണുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് ആഫ്രിക്കക്കാരാണെന്ന്. അവരുടെ തടിച്ച ചുണ്ടുകൾ, അവരുടെ ചുരുണ്ട മുടി, അതുപോലെ തന്നെ അവരുടെ സ്കിൻ ടോൺ, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ ആഫ്രിക്കക്കാരാണെന്ന്. അപ്പോൾ ഓരോ വംശത്തിനും അതിൻ്റെതായ ജീവശാസ്ത്രപരമായ ഓരോ സവിശേഷതകളുണ്ട്. അത് നമുക്ക് ഒരിക്കലും നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മളിപ്പോ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു ആൾക്ക് ഒരിക്കലും അമേരിക്കക്കാരന്റെ ഒരു റേസ്, ഒരു വംശീയമായ ഗുണമൊന്നും നമുക്ക് ലഭിക്കില്ല. അത് നമുക്ക് ഒരുപാട് ചിലപ്പോൾ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്താൽ നമുക്ക് ലഭിക്കുമായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് കഠിനാധ്വാനം കൊണ്ടോ അല്ലെങ്കിൽ പഠനം പോലെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ റേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസ് എ ലാർജ് കാറ്റഗറി ഓഫ് പീപ്പിൾ ഹു ഹാവ് സം ഇൻഹെറിറ്റഡ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് കളർ ഓർ സ്കിൻ, ടൈപ്പ് ഓഫ് ഹെയർ, ഫേഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് സൈസ് ഓഫ് ഹെഡ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം റേസിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. എന്താണ്? നമ്മുടെ സ്കിന്നിന്റെ കളർ, അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഒരു രീതി, അതുപോലെ നമ്മുടെ കണ്ണിന്റെ കളറ്, നമ്മുടെ ഒരു ഫിസിക്കൽ നേച്ചർ, നമ്മുടെ ശാരീരിക ഘടന, അതുപോലെ തന്നെ ചുണ്ടിന്റെ വലുപ്പം, അതുപോലെ തന്നെ തലയുടെ വലുപ്പം, ഇതെല്ലാം നമുക്ക് റേസിന്റെ ഭാഗമായിട്ട്, ഒരു വംശത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കാറുണ്ട്. Anthropologists try to arrive at a classification of races, but more advanced studies of racial types showed the near absence of pure races. The latest finding shows that all humans belong to a common group. Recent genetic research shows that 95% of DNA molecules are the same for all humans. അതായത് വംശം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു ആഫ്രിക്കക്കാർ, അമേരിക്കക്കാർ, അതുപോലെ തന്നെ ഇന്ത്യക്കാർ, ആ രീതിയിലുള്ള വംശങ്ങള് ഇപ്പോൾ പല ആളുകളിലും ഇപ്പോൾ 95% വംശത്തിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ DNA-യുടെ പ്രത്യേകതകളൊക്കെ മനുഷ്യന്മാരുടെ എല്ലാം ഏകദേശം സെയിം ആയിരിക്കും. ഏകദേശം 5% മാത്രമേ ആളുകളിൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുകയുള്ളൂ. അതും പറയുന്നത് ഈ ഒരു നമ്മുടെ ആന്ത്രപ്പോളജിസ്റ്റുകളാണ്. ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് പറയുന്ന ആരാണ്? നരവംശ ശാസ്ത്രജ്ഞരാണ്. മനുഷ്യരെ കുറിച്ച് പഠിക്കുന്ന ആളുകളാണ് നരവംശ ശാസ്ത്രജ്ഞര്.
അവരുടെ അഭിപ്രായത്തിൽ ഈ ഒരു റേസ് എന്ന് പറയുന്നത് എല്ലാ ആളുകളിലും ഓരോ വംശത്തിന്റെയും പ്രത്യേകതകൾ, ഓരോ ഹ്യൂമൻസിന്റെയും പ്രത്യേകതകളെല്ലാം ഏകദേശം 95% സെയിം ആയിരിക്കും. പക്ഷെ ഒരു 5% മറ്റ് റേസിന്റെ ചില സ്വാധീനങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണാൻ പറ്റും എന്നാണ് അവർ പറയുക. The other 5% are responsible for different in appearance. Converse differences are also seen as varying within a race, indeed to across the races. അതുപോലെ തന്നെ 5% നമുക്കൊരു വ്യത്യാസം കാണപ്പെടുന്നത് നമ്മുടെ ഫിസിക്കൽ നേച്ചറിൽ ആണ് കാണാൻ പറ്റുക. നമ്മുടെ ശാരീരികമായിട്ട് നമുക്കെല്ലാം ഒരേ ഒരു ഫീച്ചർ ആയിരിക്കും അല്ലെ. എല്ലാവർക്കും 2 കണ്ണ്, മൂക്ക്, അതുപോലെ തന്നെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം ഏകദേശം എല്ലാവരുടെയും സെയിം ആണ്. പക്ഷെ ഈ റേസിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഡിഫറൻസസ് കൂടുതലായിട്ട് നമുക്ക് പ്രകടമായി കാണുന്നത് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ശരീരത്തിന്റെ ബലത്തിലും ഒക്കെ ആയിരിക്കും. ഈ വംശത്തിൻ്റെതായ പ്രത്യേകതകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ വംശീയമായിട്ട് ആളുകളെ തരംതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ്. അമേരിക്കക്കാര്, ആഫ്രിക്കക്കാര്, ഇന്ത്യക്കാര് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തരംതിരിക്കാറുണ്ട് അല്ലെ. ആ ഒരു കാര്യം ഇതിൽ ഓർത്തിരുന്നാൽ മതി. ഇനി എത്നിസിറ്റി എന്ന് പറയുന്നതും ഈ ഒരു നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, അല്ലെങ്കിൽ ഒരു വശമാണ്. വംശീയത എന്നാണ് എത്നിസിറ്റിയുടെ അർത്ഥം. Ethnicity is a grouping of people who identify with each other on the basis of shared attributes that differentiate with them from other groups, like a common set of traditions, ancestry, language, history, society, culture, nation, religion, or natural treatment with their racing area. Thus, it can be said that ethnicity is based on cultural traits, whereas race is based on popularity, perceived physical traits. Sociologists examine the fate of ethnic identities when they studied the factor of migration on a massive scale in the last century. For example, the Chicago School of Sociologists found that for several generations, ethnic identities were lost and later revised, describing the situations Geller notes that the grandson tries to remember with the son tried to forget. അപ്പോൾ എത്നിസിറ്റി എന്ന് പറയുന്നത് വംശീയതയാണ്. വംശീയത എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ വംശത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് വളരെയധികം തരംതിരിവുകൾ കൂടുമ്പോഴാണ് വംശീയത ഉടലെടുക്കുന്നത്. പല രീതിയിലുള്ള വംശീയതകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. റേസിസം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ആ രീതിയിൽ എത്നിസിറ്റി എന്ന് പറയുന്നതും നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഈ എത്നിസിറ്റി എന്ന് പറയുന്നതും നമ്മുടെ ഒരു എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് ആണ്. സെക്സ് എന്ന് പറയുന്നത് എന്താണ്? ലിംഗമാണ്. ആൺകുട്ടി, പെൺകുട്ടി, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ശരീരത്തിൽ ആൺകുട്ടികളുടെ മനസ്സുമായി ജനിക്കുന്നവരുണ്ടാവും. അപ്പൊ അവരെന്ന് പറയുന്നത് തേർഡ് കാറ്റഗറി ഓഫ് ജെൻഡർ ആയിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. Sex role means the role played by a person because of his or her sex. In a society dominated by males, the men generally have higher status as compared to women. അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് എന്താണ്? ലിംഗമാണ്. പക്ഷെ പണ്ട് കാലം മുതലേ നിന്നിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വളരെയധികം തരംതിരിച്ചായിരുന്നു അവരെ കണ്ടിരുന്നത്. കൂടാതെ പെൺകുട്ടികൾക്ക് അവർ ശാരീരികമായി അശക്തരാണെന്നും അവർക്ക് ബലമുള്ള ജോലികളൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും അവരെ പഠിപ്പിക്കാൻ വേണ്ടി വിടാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പണ്ട് കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ ജെൻഡർ റോൾ എന്ന് പറയുന്നത് എന്താണ്? ഓരോ പെൺകുട്ടിയും അല്ലെങ്കിൽ ആൺകുട്ടിയും ചെയ്യേണ്ട രീതികൾ അല്ലെങ്കിൽ ചെയ്യേണ്ട കടമകളെ കുറിച്ച് ആളുകൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ പെൺകുട്ടികൾ പാത്രം കഴുകണം, അടിച്ചു വാരണം, മുറ്റം തുടയ്ക്കണം, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുള്ള രീതിയിൽ മാറ്റി ചെയ്യാനുള്ള രീതിയിൽ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് കുറച്ച് ജോലികളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ, ആൺകുട്ടികൾ കരയരുത്, അതുപോലെ തന്നെ ആൺകുട്ടികൾ അധ്വാനമുള്ള ജോലികൾ ചെയ്യണം, അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് മാനസികമായി അവര് സ്ട്രോങ് ആയിരിക്കണം. ആ രീതിയിലുള്ള ഒരുപാട് ജെൻഡർ റോള് ഇങ്ങനെ ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും പ്രായോഗികമായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. കാരണം ആൺകുട്ടികളാണെങ്കിൽ ഫിസിക്കലി ചിലപ്പോൾ സ്ട്രോങ് അല്ലാത്ത ആളുകൾ ഉണ്ടാവാം. ചിലപ്പോൾ പെൺകുട്ടികൾ എല്ലാവരും തന്നെ ഫിസിക്കലി സ്ട്രോങ് വീക്ക് ആയിട്ടുള്ള ആളുകളായിരിക്കില്ല, അവരിലും സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. അപ്പൊ ആ രീതിയിൽ ജെൻഡർ റോൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം നേരത്തെ തന്നെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ ആൺകുട്ടികൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് മനസ്സിലാക്കി തരംതിരിച്ച് വെച്ചിരിക്കുന്ന ചില കാഴ്ചപ്പാടുകളെയാണ് ഈ ജെൻഡർ റോൾ എന്ന് പറയുക. അപ്പൊ അതുപോലെ തന്നെ ഈ സെക്സും അതുപോലെ തന്നെ ഈ ജെൻഡർ റോളും എല്ലാം നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനമായിട്ട് നമ്മൾ
ഈ കണക്കാക്കുന്നുണ്ട്. The anatomical differences are viewed as intimately reflected to differences in emotional and intellectual capacities, as well as differences in physical abilities, the takes and roles assigned to men and women in our own cultural traditions were assumed to be correlated highly with antagonically based aptitudes. Patriarchy serves the interest of the male sex. Men are considered for production and women for reproduction. The unpaid, unseen household work is considered lower men, and work done by men outside the house, women are considered as sexually vulnerable, and many societies put a lot of restrictions on them. അപ്പോൾ ഈ സെക്സിന്റെ അടിസ്ഥാനത്തിലുള്ള ഞാൻ പറഞ്ഞു ഒരുപാട് തരംതിരിവുകൾ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇടയിൽ വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെയാണ് ആൺകുട്ടികൾ എപ്പോഴും വീടിന് പുറത്തുള്ള ജോലികൾ ചെയ്യാൻ ആകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ജെൻഡർ റോളിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് വീട്ടിലെ ജോലികൾ എല്ലാം ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യവും ജെൻഡർ റോളിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് തികച്ചും വ്യത്യസ്തമാണ്. പെൺകുട്ടികൾ എന്താണ് പുറത്തും പോയും ജോലി ചെയ്യുന്നുണ്ട്, അതുകൂടാതെ വീട്ടിലെ ജോലികളും എല്ലാം അവർ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് പക്ഷെ കുറെ ആണുങ്ങളൊക്കെ ഇന്നും പെൺകുട്ടികളെ സഹായിക്കാനായിട്ട് മുന്നിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇതുവരത്തിലുള്ള ജെൻഡർ റോൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുള്ള ഒരു പ്രധാന ബേസിസ് ആയിട്ട് മാത്രം നമ്മൾ കണക്കാക്കുക. പിന്നെ മറ്റൊന്ന് പറയുന്നത് വുമൺസ് എന്ന് പറയുന്നത് ഒരു വൾണറബിലിറ്റി എന്ന് പറയുന്നത് ദുർബലതയാണ് കേട്ടോ. അപ്പൊ ദുർബലരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കാറുണ്ട്. പക്ഷെ അതും തെറ്റാണെന്നുള്ള രീതിയിൽ നമ്മൾ പഠനങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇനി സോഷ്യോളജിക്കൽ തിയറി ഓഫ് സെക്സ് റോൾസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ആൻഡ് ഒക്ലേ says sex is a biological term and gender is a cultural term. Gender is the sex of the individual after socialization. അപ്പൊ സെക്സ് എന്ന് പറയുന്നത് പറയുന്നത് സെക്സ് എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ ടേം ആണ്. അതുപോലെ തന്നെ ജെൻഡർ എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ടേം ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ജെൻഡർ ഇസ് ദ സെക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആഫ്റ്റർ സോഷ്യലൈസേഷൻ. ജെൻഡർ എന്ന് പറയുന്നത് ഒരു സെക്സ് ആയിട്ട് മാറുന്നത് എന്താണ് സോഷ്യലൈസേഷന് ശേഷമാണെന്നാണ് ഇവിടെ പറയുക. Huxley argues that a division of labor is not universal. She disagrees the Mudbook and argues that the myth that women are biologically incapable to carry out heavy and demanding work. She also noted that employment of mothers is not determined to the children's development. According to her person's explanation of woman's expressive role, the man's instrumental role is for direct convenience of man. അപ്പോൾ ആൻ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ആണ്. അവരുടെ അഭിപ്രായത്തിൽ സെക്സ് എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ ആയിട്ട് ഒരു ടേം ആണ്. അതുപോലെ തന്നെ ജെൻഡർ എന്ന് പറയുന്നത് ഒരു സമൂഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടേം ആയിട്ടാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് അവർ ഭയങ്കര വീക്ക് ആണെന്നും അവർ വൾണറബിൾ ആണെന്നും അവർ ദുർബലരാണെന്നും അവർക്ക് നല്ല കട്ടിയുള്ള ജോലികളൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. തികച്ചും തെറ്റാണെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കുമെന്നും ഒക്കെ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് according to Emil Durkheim, in the primitive societies men and women were fairly similar to in strength and intelligence, and only as civilization progressed new codes evolved which restricted women from working outside home. അപ്പോൾ എമിൽ ഡർക്കീമിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സമൂഹം തന്നെയാണ് ഈ ഒരു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തമ്മിലുള്ള തരംതിരിവ് നടത്തിയെന്നാണ് പറയുക. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾക്ക് ഫിസിക്കൽ ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇന്റലക്ച്വൽ ആയിട്ടുള്ള സ്ട്രെങ്ത് അവർക്ക് ഈക്വൽ ആണെന്നാണ് ഇവിടെ പറയുക. ഇപ്പൊ നമ്മൾ പണ്ട് കാലത്ത് പെൺകുട്ടികളെ പഠിക്കാനായിട്ട് അയക്കില്ലായിരുന്നു. അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ട് അവർക്ക് അറിവില്ല എന്നുള്ള രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പെൺകുട്ടികൾ കുട്ടികളാണെന്നുള്ള രീതിയായിരുന്നു അവർ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ എന്താണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ പഠിക്കുന്നു. അതുപോലെ തന്നെ മികച്ച രീതിയിൽ പഠിക്കാനായിട്ട് പെൺകുട്ടികൾക്കും സാധിക്കുമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള തരംതിരിവുകളൊക്കെ മാറ്റുവാനായിട്ടാണ് എമിൽ ഡർക്കീം അതുപോലെ തന്നെ ആനും ഒക്കെ ഇവിടെ പറയുക. സെക്സ് എന്ന് പറയുന്നതും ജെൻഡർ റോൾ എന്നൊക്കെ പറയുന്നത് ഒരു സാമൂഹികമായ ഒരു മിഥ്യാധാരണയാണെന്നാണ് ഇവിടെ പറയുക. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കോളാം. പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. അതായത് സാമൂഹിക വർഗീകരണത്തിന്റെ പ്രധാന അടിസ്ഥാനങ്ങൾ. അതിൽ നമ്മൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ആദ്യം വരുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ക്ലാസും അതുപോലെ തന്നെ പവറും അതുപോലെ നമ്മുടെ
സ്റ്റാറ്റസും. ഈ 3 കാര്യങ്ങളും പ്രധാനമായിട്ട് ആദ്യമേ വരുന്ന ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്കൊരു 3 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഈ 3 എണ്ണം മാത്രം എഴുതി വെച്ചാൽ മതി. പക്ഷെ കൂടുതൽ മാർക്കിന് ഇപ്പോൾ 10 മാർക്കിനോ 15 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണെങ്കിൽ ഈ ഒരു ഏജ്, റേസ്, അതുപോലെ തന്നെ എത്നിസിറ്റി, സെക്സ് ഇതൊക്കെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് എഴുതി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മാർക്ക് കൂടുതൽ കിട്ടുന്നിടത്തോളം നമ്മൾ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് വേണം എക്സാമിന് ആൻസർ എഴുതാൻ. എന്നാലേ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ ഒരു രണ്ടാമത്തെ പാഠത്തിൽ നിന്ന് വരുന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദ 3 ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. ക്ലാസ്, പവർ, അതുപോലെ തന്നെ സ്റ്റാറ്റസ് ആണ് ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുള്ള പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ അല്ലെങ്കിൽ ബേസിസ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ക്ലാസ്സും അതുപോലെ തന്നെ സ്റ്റാറ്റസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്ലാസ് ആൻഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ്. അപ്പൊ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ബൈ ബർത്ത് നമുക്ക് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് കഠിനാധ്വാനം വഴി നമുക്ക് നേടിയെടുക്കാവുന്ന ഒന്നാണ് സ്റ്റാറ്റസ് എന്ന് പറയുക. പക്ഷെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ബൈ ബർത്ത് നമുക്ക് ലഭിക്കേണ്ടതല്ല. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ അധ്വാനം കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു ഘടകമാണ് ക്ലാസ് എന്ന് പറയുക. അപ്പൊ ആ രീതിയിൽ ഓർത്താൽ മതി. പിന്നെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വന്നതിന് ശേഷമാണ് ക്ലാസ് എന്ന് പറയുന്ന ഒരു വർഗീകരണം നമുക്ക് കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയത്. സമ്പത്തിന് അടിസ്ഥാനമായിട്ടാണ് ഇത് പ്രധാനമായിട്ട് നിലനിൽക്കുന്നത്. പിന്നെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുടുംബ മഹിമയുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ പദവിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായ രീതിയുടെ അടിസ്ഥാനത്തിലൊക്കെ സ്റ്റാറ്റസ് എന്ന് നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് നമുക്ക് ലഭിക്കാറുണ്ട്. ആ രീതിയും കൂടെ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ കോൺസെപ്റ്റ് ഓഫ് ക്ലാസ്? ക്ലാസ് എന്താണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ആ രീതിയിൽ ക്ലാസ് എന്താണെന്ന് കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റ്സ് കൃത്യമായിട്ട് എഴുതി വെക്കാനായിട്ട് സാധിക്കണം. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വർഗമാണ്. വർഗം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ഭാഗമായിട്ടാണ് ക്ലാസ് രൂപാന്തരപ്പെട്ടത്. ഇത് പ്രധാനമായിട്ടും നമുക്ക് ബൈ ബർത്തിൽ ലഭിക്കുന്നതല്ല, നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒന്നാണ്. ക്ലാസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു ക്ലാസ് പദവി നമുക്ക് ലഭിക്കുക. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ചോദിച്ചു കണ്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ തന്നെ പവർ എന്താണെന്ന് പറയുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഡിഫൈൻ പവർ എന്താണ്, പവർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പവർ എന്ന് പറയുന്ന അധികാരമാണ്. ചില ആളുകൾക്ക് കുടുംബപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായ അധികാരം ഉണ്ടാവും. ചില ആളുകൾക്ക് നമുക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള അധികാരം ഉണ്ടാവും. ആ 2 രീതിയിലുള്ള അധികാരവും എന്നെന്നും നമുക്ക് ഒരു പ്രത്യേക ബഹുമാനം നൽകുന്നതാണ്. അപ്പം ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. പിന്നെ ഹൗ ഡസ് ജെൻഡർ ഈക്വാലിറ്റി പ്ലേസ് എ റോൾ ഓർ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ? സാമൂഹിക വർഗീകരണത്തിന് ജെൻഡർ ഇക്വാളിറ്റി ഒക്കെ എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എന്നുള്ള കാര്യവും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ജെൻഡർ ഇക്വാലിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഒരേ രീതിയിലാണ് അവരെ ദൈവം നമുക്ക് നമ്മുടെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് പെൺകുട്ടികൾക്കും ഈ ഒരു രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ബലം അവർക്കും പെൺകുട്ടികൾക്കും ഉണ്ടെന്നുള്ള കാര്യത്തിലൊക്കെ യാതൊരു സംശയമില്ല എന്ന രീതിയിൽ നമ്മൾ എക്സാമിന് ആൻസർ എഴുതുക. പിന്നെ റേസിസം എന്താണ്, അതുപോലെ തന്നെ എത്നിസിറ്റി എന്താണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ രീതിയിലും കൂടെ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എത്നിസിറ്റി ആണ്. അതൊന്ന് ജസ്റ്റ് നോക്കാം. എത്നിസിറ്റി റിലേറ്റഡ് ടു അസ്ക്രിപ്റ്റീവ് ഐഡന്റിറ്റീസ് ലൈക്ക് കാസ്റ്റ്, ലാംഗ്വേജ്, റിലീജിയൻ, റീജിയൻ എക്സെട്ര. Inequality in terms of sharing power between 2 ethnic groups resulting into conflict. The ethnicity is socially mobilized and territorially confined. അടുത്തത് പറഞ്ഞാൽ being left out of the developmental process or even being a victim of uneven development, ethnicity causes ethnic movements. D എന്ന് പറയുന്ന ethnicity is manifested in Indian politics not merely due to grassroots disconnected but it also a certain of vested political interest. Ethnic groups that uses ethnicity to make demands in the political area for alternation in their status, in their economic well-being, etc. are engaged very often in a form of interest group politics. Ethnicity എന്ന് പറയുന്നത് നമ്മുടെ ഒരു റേസിസം അല്ലെങ്കിൽ നമ്മുടെ വംശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഘടകമാണെന്നും കൂടെ ഓർത്തിരുന്നാൽ മതി. പിന്നെ
നമ്മുടെ ഡെവലപ്മെന്റ് പ്രോസസ്സിലൊക്കെ എത്നിസിറ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷെ ഓവർ ആയിട്ടുള്ള വംശീയത അല്ലെങ്കിൽ റേസിസം ഒക്കെ നമ്മുടെ ആളുകളെ തമ്മിൽ തമ്മിൽ തല്ലിക്കാനായിട്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറാറുണ്ട്. കാരണം നമുക്കറിയാം ഈ ഒരു രീതിയിൽ നമ്മുടെ നാസിസം അല്ലെങ്കിൽ ഹിറ്റ്ലർ ഒക്കെ വംശീയത വളരെയധികം കൂടുതലുള്ള ഒരാളായിരുന്നു. പ്രത്യേകിച്ച് ജർമ്മൻകാരെ അല്ലെങ്കിൽ ജർമ്മൻ വംശജരെ ഒന്നിച്ചു കൊണ്ടുപോവുക അല്ലെങ്കിൽ അവരെ ഒന്നിച്ച് നിർത്തുക, അവരുടെ ഒരു അധികാരങ്ങള് നിലനിർത്തുക എന്നുള്ള രീതിയിൽ വംശീയത കൂടുതൽ പ്രകടിപ്പിച്ച ഒരാളാണ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജൂതരെ അവര് കൂട്ടക്കൊലയ്ക്ക് വിധേയരാക്കുകയും ജൂതരെ അവിടുന്ന് ഓടിക്കുവാനായിട്ട്, ജർമ്മനിൽ നിന്ന് ഓടിക്കാനായിട്ട് ഹിറ്റ്ലർ പരിശ്രമിക്കുകയും ചെയ്തത്. അപ്പൊ ആ രീതിയിൽ എത്നിസിറ്റി വളരെയധികം കൂടുകയാണെങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിന് ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. അപ്പൊ ആ രീതിയിലും കൂടെ ഒന്ന് ആൻസർ ചെയ്താൽ ഇത് വലിയൊരു ഭാഗം ക്ലിയർ ആകും. Define ethnicity and discuss its problems. Ethnicity pertains in the word ethnic, which is a distinction of mankind based on race. It is now employed in a broader sense of significantly self-consciousness of a group of people united or closely related by sharing experience such as language, religion, beliefs, common heritage, etc. While race usually denotes the attributes of a group, ethnic identity typifies creative response of a group who consider themselves marginalized in society, but and benedict and not feel that boundary is an important assertion of self-identification by ethnic group to separate themselves from others. അപ്പോൾ എത്നിസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വംശീയത എന്ന് പറയുന്നത് ഒരു ആൾക്കാരെ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ഘടകമായിട്ടാണ് വംശീയതയെ അവർ കാണുക. പ്രത്യേകിച്ച് ഒരു വംശത്തിൽപ്പെട്ട ആളുകൾക്ക് മറ്റൊരു വംശത്തിൽപ്പെട്ട ആളുകളെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കാതെ വരാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഭയങ്കരമായിട്ട് വംശീയതയുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ വംശീയ വികാരം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണെങ്കിൽ അവർ മറ്റു വംശക്കാരെ അവരുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സർക്കിളിലേക്ക് കയറ്റാനായിട്ട് അവർ സമ്മതിക്കില്ല. അതുപോലെ തന്നെ അവരോടൊരു പുച്ഛ മനോഭാവം അല്ലെങ്കിൽ ഒരു ദേഷ്യ മനോഭാവമായിരിക്കും ഉണ്ടായിരിക്കുക. ജർമ്മനിയിൽ തന്നെ ആളുകൾ യഹൂദന്മാർ ഒരുപാട് വന്നതിന് ശേഷം അവര് ഒരുപാട് പണം സമ്പാദിക്കുകയും ആ ഒരു ജർമ്മനിയില് പ്രത്യേകിച്ച് സ്റ്റാറ്റസ്, ഒരു നല്ല സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തപ്പോഴാണ് നമ്മുടെ ഹിറ്റ്ലറിനൊക്കെ അത് ഇഷ്ടപ്പെടാതെ വരികയും ഹിറ്റ്ലർ ഒരു ജൂത കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകുകയൊക്കെ ചെയ്തത്. അപ്പൊ ആ രീതിയിൽ എത്നിസിറ്റി എന്ന് പറയുന്ന അപകടകരമായ ഒരു കാര്യമാണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത്, അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി, നമുക്ക് നല്ല രീതിയിൽ തന്നെ ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്കൊരു മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. അതിനകത്ത് മാർസിയൻ തിയറി ആണ് ഉള്ളത്. കാൾ മാക്സ് ആരാന്ന് നമുക്ക് അറിയായിരിക്കും. അപ്പോൾ ഒരു സോഷ്യോളജിസ്റ്റ് ആണ് കാൾ മാക്സ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല നല്ല സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തെയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെയും ഒക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ തിയറികളെ, അദ്ദേഹത്തിന്റെ തത്വങ്ങളെ കുറിച്ചാണ് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാൾ മാക്സ്, അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1818 മുതൽ 1881 വരെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം. Karl Marx, one of the greatest thinkers of all time, contribute to understanding society and social progress thoughts his theory to historical materialism. അപ്പോൾ കാൾ മാക്സ് എന്ന് പറയുന്നത് വളരെയധികം ആരാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇന്നും ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തകനായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുക. അദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെ വിലമതിക്കാനാവാത്തതാണ്. He explained social development in terms of class conflict. അപ്പൊ അദ്ദേഹമാണ് ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു ആശയമൊക്കെ സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയത്. വർഗ രീതിയിലുള്ള വർഗ സിദ്ധാന്തവും ഒക്കെ അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ കുറച്ച് സിദ്ധാന്തങ്ങളാണ്. He saw social stratification as a divisivate rather than the integrative structure, but he considered it is inevitable for social development. In this chapter, we shall discuss Marxian views and discuss its significance in stratification systems. നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് കാണാൻ പോകുന്നത് കാൾ മാക്സിന്റെ ചിന്തകൾ അല്ലെങ്കിൽ വീക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പൊ മാക്സ് ഓൺ സ്ട്രാറ്റിഫിക്കേഷൻ, മാക്സിന്റെ അടിസ്ഥാനത്തിൽ, മാക്സിന്റെ അഭിപ്രായത്തിൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. മാക്സ് യൂസ്ഡ് ഹിസ് തിയറി ഓഫ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, ഓൾസോ നോൺ ആസ് ദ മെറ്റീരിയലിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ഹിസ്റ്ററി,
to understand human societies and their development. His connection have asked the historical changes in social structure happened because of material and technological conditions rather than ideas. Marx used his theory to understand social change. The first premise of history, according to Marx, was the existence of living human beings, important decisions of development. Marx believed the physical organization of human എനിക്ക് ചുമയൊക്കെയാണ്, ജലദോഷമൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് നമുക്ക് മാക്സ് എന്ന് പറയുന്നത്, മാസ് എന്ന് പറയുന്നത് ഒരു കാൾ മാക്സിനെയാണ് നമ്മൾ മാക്സിയൻ തിയറിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഓർക്കുക. അപ്പൊ മാക്സിയൻ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മാക്സിയൻ തിയറി കൊണ്ടുവന്നത് കാൾ മാക്സ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നെന്നും അദ്ദേഹം ഒരു ചിന്തകനായിരുന്നു, ഒരു ഗ്രേറ്റസ്റ്റ് തിങ്കർ ആണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഈ മാർക്സ് ഓൺ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ക്ലാസ് കോൺഫ്ലിക്റ്റ് ഒക്കെ കൊണ്ടുവന്നത് നമ്മുടെ മാർക്സ് ആണെന്നുള്ള കാര്യം, കാൾ മാർക്സ് ആണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അത്രയും കാര്യങ്ങളെ ഇവിടെ ഒരു മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ കാൾ മാക്സ് ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലേബർ എന്ന് പറയുന്നതാണ് തൊഴിലാളി. ഇപ്പം പല ജോലികൾ ചെയ്യാനായിട്ട് തൊഴിലാളികളെ വിഭജിക്കുന്നതിനെയാണ് നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡിവിഷൻ ഓഫ് ലേബർ അക്കോർഡിംഗ് ടു മാക്സ് ഹാപ്പൻഡ് when people diversified their activities. Earlier people were involved in similar activities needed for just survival, such as food, clothing and shelter. With the development of technology, human beings could improve agriculture and become settled communities. The community produced more than indeed, leading to the surplus with which they could support people who were not directly involved in the production of food. അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് നോക്കുകയാണെങ്കിൽ ഈ ഡിവിഷൻ ഓഫ് ലേബർ ഒന്നും ഉണ്ടായില്ല, തൊഴിൽ വിഭജനം ഒന്നും ഉണ്ടായിരുന്നില്ല. അവര് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഒരു വാച്ച് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ അയാള് വാച്ചിന്റെ ലെതർ ഉണ്ടാക്കുക, അതുപോലെ തന്നെ സൂചികള്, അതിന്റെ സമയം ക്രമീകരിക്കുക, ഇതെല്ലാം ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും. പക്ഷെ ഡിവിഷൻ ഓഫ് ലേബർ വന്നപ്പോൾ വാച്ചിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ലെതർ ഉണ്ടാക്കുന്ന ഒരാള്, അതുപോലെ തന്നെ അതിന്റെ സൂചികൾ ഘടിപ്പിക്കുന്ന വേറൊരാള്, അങ്ങനെ അത് ഫംഗ്ഷൻ ആക്കുന്ന ഒരാള്, ഫാക്ടറി ഘടിപ്പിക്കുന്ന ഒരാൾ, അങ്ങനെ രീതിയിൽ 10-12 ആളുകൾ ചേർന്ന് ഒരു ജോലി ചെയ്യുന്ന രീതിയിൽ ആ ഒരു വ്യവസായം മാറുകയാണ് ഉണ്ടായത് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതോടുകൂടി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയലാഭം ഉണ്ടായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തന്നെ അതിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒരു സ്പെഷ്യൽ ഒരു കാര്യത്തിൽ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പെഷ്യലൈസേഷൻ ലഭിക്കില്ല. പക്ഷേ അത് മാത്രമല്ല, ഒരേ ആൾ തന്നെ എല്ലാ കാര്യങ്ങളും ഓരോ സമയം ചെയ്യുമ്പോൾ ആ ഒരു സമയം കൂടുതലായിട്ട് എടുക്കുകയും ചെയ്യുന്നു. പക്ഷെ എന്ത് ചെയ്യും, നല്ല വൈദഗ്ധ്യം ഉള്ള ആളുകൾ, പല പല ജോലികളിൽ നല്ല വൈദഗ്ധ്യമുള്ള ആളുകൾ, ഈ ഒരു ലെതർ നിർമ്മിക്കാൻ വൈദഗ്ധ്യമുള്ള ആള്, അതുപോലെ തന്നെ സൂചി ഘടിപ്പിക്കാൻ വൈവിധ്യമുള്ള ആള്, അതുപോലെ തന്നെ ബാറ്ററി ഘടിപ്പിക്കാൻ വൈദഗ്ധ്യമുള്ള ആള്, അങ്ങനെയുള്ള വൈദഗ്ധ്യമുള്ള ആളുകൾ കൂടി ചേർന്നപ്പോൾ ഈ പ്രൊഡക്ഷൻ വളരെയധികം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ആളുകൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാനും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനൊക്കെ സാധിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് ഭയങ്കര നല്ല ഒരു കാര്യമായിട്ടാണ് മാക്സും അഭിപ്രായപ്പെടുന്നത്. With this segregation, some people gained control over the mean of production by excluding others. Thus, priority which was held by all come under the control of only some members. That lead to giving rise to the nation of private property. The industries of all people were no longer common. Thus, the industries for individual also become different from the industries of the community. Marx stated that division of labor and private property are identifiable expressions which indicate the contractions between individual and communal interest. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ജോലി തന്നെ, ഇപ്പം ഒരു വാച്ച് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ക്ലോക്ക് ഉണ്ടാക്കുന്നത് പല ആളുകൾ കൂടിച്ചേർന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ, അത് ഇൻഡസ്ട്രിയലൈസേഷൻ ഭാഗമായിട്ട് ഫാക്ടറി ബേസ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അത് ഒരുപാട് ഗുണം കണ്ടു, ഒരുപാട് ആളുകൾക്ക് ജോലി ലഭിക്കുകയും ഒരുപാട് ആളുകൾക്ക് ആ ഒരു സമയം ലാഭമാവുകയും കൂടുതൽ പണം അവർക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ കുക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ കുക്ക് ചെയ്യുമ്പോൾ
നമ്മൾ തന്നെ ഇപ്പം സവാള, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ തക്കാളി ഇതെല്ലാം നമ്മൾ തന്നെ അരിഞ്ഞ് അതിന് ശേഷം ഫ്രൈ പാനിൽ വെച്ച് അത് ഉണ്ടാക്കി പൊടികളിട്ട് അതിന് ശേഷം അത് ചോറുണ്ടാക്കി അങ്ങനെ രീതിയിൽ നമ്മൾ തന്നെ ഓരോ കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് സമയം പോവുകയും അതുപോലെ നമ്മൾ കൂടുതൽ സമയം അതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരികയും ചെയ്യും. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അരിയാൻ ഫ്രൂട്ട്സും അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ അരിയാൻ ഒരാളിരിക്കുക, അതുപോലെ തന്നെ അത് കുക്ക് ചെയ്യാൻ ഒരാളിരിക്കാം, അതുപോലെ തന്നെ ഭക്ഷണം എടുക്കാനായിട്ടും അത് പാകം ചെയ്യാനും അങ്ങനെ സെർവ് ചെയ്യാനും ഒക്കെ ഒരാളുകളെ നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു കടമ്പ പെട്ടെന്ന് കടക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് നമുക്ക് ആളുകൾക്ക് ഈ ഫുഡ് ഉണ്ടാക്കി തീർക്കുവാനും അത് സെർവ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഗുണകരമായ ഒരു കാര്യമാണ്. അതുകൂടാതെ നമ്മൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചില ആളുകൾ പെട്ടെന്ന് ജോലി ചെയ്യുന്നത് അല്ലെ, പെട്ടെന്ന് പടപടപടാന്ന് ഇപ്പൊ അടുക്കി വെക്കുന്നതാണെങ്കിൽ പോലും, ഇപ്പൊ പാക്കിംഗ് ഒക്കെ ആണെങ്കിൽ പോലും ആളുകൾ ഇങ്ങനെ ഫാക്ടറിയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ അടുക്കി ഒരു പെട്ടിയിലേക്ക് ആക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവർ സ്ഥിരം ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് അതിൽ അവർക്ക് ഭയങ്കര വൈദഗ്ധ്യമാണ്. അവർക്ക് അത് പെട്ടെന്ന് തന്നെ യാതൊരു കാലതാമസവും കൂടാതെ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ അത് പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അതുപോലെയാണ് ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബറിൽ ആളുകൾ ഒരേ ജോലി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു തൊഴിൽ ചെയ്യുന്നതിൽ അവരുടെ സ്പീഡ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ അവരുടെ വൈദഗ്ധ്യം കൂടുകയും ചെയ്യും. അതിനുള്ള ഒരു കഴിവ് വർദ്ധിക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന കാര്യം തന്നെ എടുക്കുക. കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളും അരിഞ്ഞ് പെറുക്കി നമ്മൾ കുക്കറിലിട്ട് അല്ലെങ്കിൽ വേവിച്ച് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മൾ 3 മണിക്കൂർ കൊണ്ടായിരിക്കും ഒരു കറി ഉണ്ടാക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കറി ഉണ്ടാക്കി ഇങ്ങനെ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് അരിയാനും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പെട്ടെന്ന് അത് ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഡിവിഷൻ ഓഫ് ലേബർ ഒരുപാട് നല്ല രീതിയിൽ ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുക. Max stated that a division of labor and private property are dimensional expressions is indicate the conditions between individual and communal interest. These differences which happen in human society but are due to the existence of private property lead to the formation of classes which become the basis of social stratification. Two major groups in the societies include the ruling class and a subject class. ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബറിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ സൊസൈറ്റിയിൽ 2 തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ലേബേഴ്സിനെ മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് നിയമങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും അവരെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടും ഒരു വിഭാഗം ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഈ മുകളിൽ നിന്നുള്ള ഉത്തരവുകൾ പാലിക്കാനായിട്ടുള്ള ഒരു വിഭാഗം കൂടെ ഉണ്ടാവും. നമ്മുടെ സ്റ്റേറ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് മന്ത്രിമാരുണ്ട്, അതുപോലെ തന്നെ അവർ പറയുന്ന ലോയും കാര്യങ്ങളും അവരുടെ റൂൾസും ഒക്കെ പാലിച്ചാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ഡിവിഷൻ ഓഫ് ലേബറിലാണെങ്കിലും ഒക്കെ സമൂഹത്തിലാണെങ്കിലും 2 തരത്തിലുള്ള ആളുകൾ ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Various institutions of society like the legal and political systems, religion, etc. were used as instruments by ruling class. റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്ന ഈ ഡിവിഷൻ ഓഫ് ലേബറിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബേഴ്സ് ഉണ്ടെങ്കിൽ പോലും, തൊഴിലാളികൾ ഉണ്ടെങ്കിൽ പോലും അവരെ നിയന്ത്രിക്കാനായിട്ട് ഒരു റൂളിംഗ് കമ്മിറ്റി ആവശ്യമാണ്. അവര് നിയമങ്ങൾ ഉണ്ടാക്കാനും അവരെ മേൽനോട്ടം വഹിക്കാനും ഒരാളുകൾ ഉണ്ടാവും. അവരുടെ ഒരു തീരുമാനം അടിസ്ഥാനപ്പെടുത്തിയാണ് ഡിവിഷൻ ഓഫ് ലേബറിലും അതുപോലെ തന്നെ തൊഴിലാളികളൊക്കെ പ്രവർത്തിക്കുക. ഇനി മീനിങ് ഓഫ് ക്ലാസ് എന്താണെന്നാണ് നോക്കുക. മാക്സ് ഡിഫൈൻഡ്. അപ്പം നമ്മൾ ക്ലാസ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു, പക്ഷെ മാക്സിന്റെ അഭിപ്രായത്തിൽ ക്ലാസ് എന്താണെന്നാണ് ഇവിടെ ഒന്ന് പറയുന്നത്. മാക്സ് ഡിഫൈൻഡ് എ ക്ലാസ് ആസ് എ സോഷ്യൽ ഗ്രൂപ്പ് ഹൂസ് മെമ്പേഴ്സ് ഷെയർ ദ സെയിം റിലേഷൻഷിപ്പ് ടു ദ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ. മാക്സിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ക്ലാസിനെ കാണുന്നത് ഒരു സെയിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിട്ടാണ് അദ്ദേഹം മാക്സ് ക്ലാസിനെ കാണുക. അക്കോർഡിംഗ് ടു മാക്സ് there are 2 major social groups, a ruling class and the subject class. അപ്പം അദ്ദേഹം ഞാൻ പറഞ്ഞു ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് ക്ലാസ്സുകൾ രൂപപ്പെട്ടതെന്ന് പറഞ്ഞു. കാൾ മാക്സിന്റെ അഭിപ്രായത്തിൽ 2 തരത്തിലാണ് ക്ലാസ്സുകൾ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് റൂളിംഗ് ക്ലാസ് ആണ്, അല്ലെങ്കിൽ മേൽത്തട്ടിലുള്ള ആളുകളുടെ ഒരു വർഗമാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഈ ഒരു സബ്ജക്ട് ക്ലാസ് ആണ്. സബ്ജക്ട് ക്ലാസ് എന്ന് പറയുന്നത് തൊഴിലാളികളുടെ ഒരു ഭാഗത്തെയാണ് സബ്ജക്ട് ക്ലാസ് ആയിട്ട് കണക്കാക്കുക. The ruling class has control over the means of production and it is thus able to appropriate the labor of another class. They stay in hostile positions due to their different interests
They are also dependents. The dialectics of class, therefore, as a result of this combination of dependence and opposition. Meaning of class എന്ന് പറയുന്നത് കാൾ മാർക്സിന്റെ ഒരു ഘടകമാണെന്ന് ഓർക്കാം. അപ്പൊ നമുക്ക് ക്ലാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൾ മാർക്സിന്റെ അഭിപ്രായത്തിലുള്ള ക്ലാസ് സിസ്റ്റത്തെ കുറിച്ച് പറയേണ്ടതില്ല. ക്ലാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ക്ലാസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ഭാഗമായിട്ട് ഉണ്ടായതാണെന്നും അതുപോലെ തന്നെ ക്ലാസ് പ്രധാനമായിട്ടും നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു വിഭാഗമാണ് അല്ലെങ്കിൽ ഒരു പദവിയാണ് ക്ലാസ് എന്നുള്ളതും കൂടെ ഒന്ന് എഴുതി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു പട്ടണങ്ങളിലൊക്കെ ആയിരിക്കും ക്ലാസ് പദവി കൂടുതലായിട്ട് കാണപ്പെടുക എന്നുള്ള രീതിയിൽ എഴുതി വെച്ചാൽ മതി. പക്ഷെ മാർക്സിന്റെ അഭിപ്രായത്തിൽ ക്ലാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് രണ്ട് രീതിയിലാണ് മാർക്സ് ക്ലാസ്സിനെ വിഭജിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് റൂളിംഗ് ക്ലാസ് ആണ്, രണ്ടാമതെന്ന് പറഞ്ഞാൽ സബ്ജക്ട് ക്ലാസ് ആണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആ ഒരു കാൾ മാർക്സിന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ മാത്രം ഈ രീതിയിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. They are also dependents. The definition of class, therefore, is a result of this combination of dependence and opposition. The relationship between classes in a dynamic relationship, which results in social change. This is why classes are central to Marx's approach to social transformation. In the Communist Manifesto, Marx wrote, hitherto, the history of all subjects in the history of class struggle. This, other words, changes in the history of mankind are caused by the conflict of classes. Classes conflict is hence in engine for social change. അപ്പോൾ ക്ലാസ് സ്ട്രഗിൾസും മറ്റും സോഷ്യൽ ചേഞ്ചിന്, സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്ന ഒരു ഘടകമായിട്ടാണ് കാൾ മാർക്സ് കാണുന്നത്. ആ രീതിയിലും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം എന്താണ്, പല രീതിയിലുള്ള ക്ലാസ് സ്ട്രഗിളും മറ്റും നമ്മുടെ സമൂഹത്തെ വലിയ രീതിയിൽ ബാധിക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു ജർമ്മനിയിലെ നാസിസ്റ്റുകൾ ഒരുപാട് ആളുകളെ വധിക്കുകയും ഒക്കെ ചെയ്തത് ഈ ഒരു വംശീയതയുടെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ഉയർന്ന ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്ക് ഒരു സംരക്ഷണം കൊടുക്കാനൊക്കെ ആളുകൾ തയ്യാറായപ്പോൾ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരുപാട് ദുരന്തങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഗ്രോത്ത് ഓഫ് ക്ലാസ് എന്താണെന്നാണ് ചോദിക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു മാർക്സിന്റെ അഭിപ്രായത്തിൽ ഒരു ക്ലാസിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വെസ്റ്റേൺ സൊസൈറ്റി ഈസ് ഡെവലപ്ഡ് ത്രൂ 4 മെയിൻ സ്റ്റേജസ്: പ്രിമിറ്റീവ് കമ്മ്യൂണിസം, ഏൻഷ്യന്റ് സൊസൈറ്റി, ഫ്യൂഡൽ സൊസൈറ്റി ആൻഡ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. മാർക്സിന്റെ അഭിപ്രായത്തിൽ ഈ ഒരു ക്ലാസിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 4 ഘടകങ്ങളായിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആണ്, രണ്ടെന്ന് പറയുന്നത് ഏൻഷ്യന്റ് സൊസൈറ്റി, 3 ഫ്യൂഡൽ സൊസൈറ്റി ആൻഡ് 4th ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. Primitive communism had the societies of prehistory which were dependent on hunting and food gathering, and they had no division of labor. After that, all societies are divided into 2 major classes: masters and slaves in ancient society. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഓർക്കുക, മാസ്റ്റേഴ്സും അതുപോലെ തന്നെ സ്ലേവ്സും ഒക്കെ ഏൻഷ്യന്റ് സൊസൈറ്റിയിലാണ് ഉൾപ്പെടുക. ലാൻഡ് ലോർഡ്സ് ആൻഡ് സെർവ്സ് ഇൻ ഫ്യൂഡൽ സൊസൈറ്റി. അപ്പോൾ ക്ലാസിനെ മാക്സ് വെബർ 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത് ഏൻഷ്യന്റും അതുപോലെ തന്നെ ഫ്യൂഡലും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റും പിന്നെ പ്രിമിറ്റീവും ഒക്കെ ആയിട്ടാണ്. ഏൻഷ്യന്റ് സൊസൈറ്റിയിലാണ് പ്രധാനമായിട്ട് ലേബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഫ്യൂഡൽ സൊസൈറ്റിയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലാൻഡ് ലോർഡ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. The capitalist and wage labor is capitalist society. Slaves, reserves, and wage labor supplied the labor power needed for production during each historical epoch. The domination of one class over the other lead to class conflict. അപ്പോൾ ഈ ഒരു ക്ലാസ് സ്ട്രാറ്റിഫിക്കേഷൻ ഒരു ക്ലാസ്സിനെ മറ്റൊരു ക്ലാസ്സുമായിട്ട് തരംതിരിക്കുകയും ഒരു തർക്കം അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. കാരണം നമ്മുടെ ലാൻഡ് ലോർഡ്സും അതുപോലെ തന്നെ ഈ ഒരു അധികാരികളൊക്കെ ഉള്ള ഉയർന്ന ക്ലാസ്സിൽപ്പെട്ട ആളുകൾ താഴ്ന്ന ക്ലാസ്സിൽപ്പെട്ട ആളുകളോട് ഭയങ്കര അധികം വിരോധവും അല്ലെങ്കിൽ ദേഷ്യവും ഒക്കെ കലർന്നുള്ള സംസാരമായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അവരെ ഒരുപാട് ചൂഷണം ചെയ്തിരുന്നു. ആ രീതിയിൽ നോക്കുകയായിരുന്നെങ്കിൽ സ്ലേവ്സ് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്നു. അതുപോലെ തന്നെ തൊഴിലാളികളും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ ആ ക്ലാസ്സുകളുടെ ഇടയിൽ ഒരുപാട് സംഘർഷങ്ങൾ നിലനിന്നിരുന്നു. ആ ഒരു സംഘർഷങ്ങളിൽ നിന്നാണ് പല രീതിയിലുള്ള വിപ്ലവങ്ങൾ ഉടലെടുത്തിട്ടുള്ളത്. ഫ്രഞ്ച് വിപ്ലവം ഒക്കെ അങ്ങനെ ഉടലെടുത്ത ഒന്നായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. The dimension of one class over the other lead to class conflict. Changes in technology lead to improvement in productivity. It led to
future changes in the class structure as classes become obsolete. With the rise in production techniques, new classes were formed, replacing the old classes, which lead to further class conflict. According to Marx, class consciousness is an awareness of one's social and or economic class relative to others, as well as the understanding of the economic rank of the classee to which one belong in the context of larger society. അപ്പോൾ നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ പാഠത്തിൽ കാൾ മാർക്സിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഓഫ് ലേബർ കാൾ മാർക്സിന്റെ ഒരു സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കാൾ മാർക്സിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു കാൾ മാർക്സ് എന്ന് പറയുന്നത് 1818 മുതൽ 1881 വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു ഗ്രേറ്റ് തിങ്കർ ആയിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും അദ്ദേഹത്തിന്റെ രചനകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്താഗതികളോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നവരാണ്. ഒരുപാട് അംഗീകരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കാൾ മാർക്സ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസ് കോൺഫ്ലിക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ ഒരു പ്രധാന സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കുക. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരേ ജോലി തന്നെ പല ആളുകൾ വിഭജിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അതുകൂടാതെ മാർക്സിന്റെ ക്ലാസിനെ കുറിച്ചുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഗ്രൂപ്പ് ആയിട്ടാണ് മാർക്സ് ക്ലാസിനെ കാണുക. അതുപോലെ തന്നെ അതിനെ രണ്ട് വിഭാഗങ്ങളായിട്ട് ക്ലാസ് രണ്ടായിട്ടാണ് അദ്ദേഹം തിരിച്ചത്. ഒന്നെന്ന് പറയുന്നത് സബ്ജക്ട് ക്ലാസ്സും രണ്ടാമത്തേന്ന് പറയുന്നത് റൂളിംഗ് ക്ലാസ്സുമാണ്. ഒന്ന് ഭരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന ഒരു വിഭാഗം മുതിർന്ന അല്ലെങ്കിൽ ഉയർന്ന തട്ടിലുള്ള ഒരു വിഭാഗത്തെയാണ് അദ്ദേഹം റൂളിംഗ് കാസ്റ്റ് ആയിട്ട് കണക്കാക്കുക അല്ലെങ്കിൽ ക്ലാസ് ആയിട്ട് കണക്കാക്കുക. സബ്ജക്ട് ക്ലാസ് എന്ന് പറയുന്നത് മുകളിലുള്ള ആളുകൾ നൽകുന്ന ചില നിയമങ്ങൾ പാലിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള സ്ലേവ്സ് അല്ലെങ്കിൽ അടിമകളെയാണ് ഈ സബ്ജക്ട് ക്ലാസ്സിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഗ്രോത്ത് ഓഫ് ക്ലാസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അദ്ദേഹം 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് 4 സ്റ്റേജുകളായിട്ടാണ് അദ്ദേഹം തിരിച്ചിരിക്കുന്നത്. പ്രിമിറ്റീവ് ആൻഡ് ഏൻഷ്യന്റ്, ഫ്യൂഡൽ ആൻഡ് ക്യാപിറ്റലിസ്റ്റ്. ഫ്യൂഡൽ എന്ന് പറയുന്നത് മേൽത്തട്ടിലുള്ള ആളുകളായിരിക്കും. അവർ ലാൻഡ് ലോൺസ് ഒക്കെ ആയിരിക്കും. ലാൻഡുകളൊക്കെ അല്ലെങ്കിൽ ഭൂമി ഒക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ള ആളുകളെയൊക്കെയാണ് ഫ്യൂഡൽ സൊസൈറ്റി ഉൾപ്പെടുക. പക്ഷെ ഏൻഷ്യന്റ് സൊസൈറ്റിയിലൊക്കെ താഴേക്കിടയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ ആയിരിക്കും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കാൾ മാർക്സിന്റെ ക്ലാസ് സ്ട്രഗിളിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ അടുത്തത് മോഡ് ഓഫ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഹലോ മിസ്സേ. ഓക്കെ, അപ്പൊ എന്നാലും താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശദമായിട്ട് ബാക്കി കാര്യങ്ങൾ മോഡ് ഓഫ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കാര്യമായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.